യെസ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് താൽക്കാലികമായി ഹൈക്കോടതി തടഞ്ഞിരിക്കുകയാണ്. അതായത് കേസ് പരിഗണിക്കുന്ന 15 വരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് മുസ്തഫയും തിരുവനന്തപുരത്ത് നിന്ന് സിജോ വി ജോണുമാണ് വിവരങ്ങൾ നൽകാനുള്ളത്. മുസ്തഫ, ഹൈക്കോടതി വെറും 1 മിനിറ്റ് കൊണ്ടാണ് ഈ തീരുമാനത്തിൽ എത്തിയത്. അതൊരു സാങ്കേതികമായി ഒരു അറസ്റ്റ് തടയൽ മാത്രമല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? പ്രോസിക്യൂഷന്റെ വിശദമായ റിപ്പോർട്ട്, അതിൽ വിശദമായ വാദമൊക്കെ നടക്കുകയാണ് ഹൈക്കോടതികളിൽ ഉണ്ടാവുക. ഇന്നിപ്പോൾ ഈ കേസ് പരിഗണിച്ചപ്പോഴും അത് തന്നെയാണ് നടന്നത്. വളരെ വിശദമായി തന്നെ വാദം കേൾക്കേണ്ടതുണ്ട്. കാര്യം കൺസെൻഷ്യൽ റിലേഷൻഷിപ്പ് ആണെന്ന് പെറ്റീഷണർ തന്നെ അംഗീകരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അത് ഈ ജാമ്യാപേക്ഷയിലും അത് രാഹുൽ മാങ്കൂട്ടത്തിലും അത് ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ വാദം കേൾക്കേണ്ടതുണ്ട്. കുറേയധികം ഗൗരവമുള്ള കാര്യങ്ങൾ ഈ പെറ്റീഷനിൽ പറയുന്നുണ്ട്. അതെല്ലാം വളരെ വിശദമായി തന്നെ വാദം കേൾക്കേണ്ടതുണ്ട്. അതിന്റെ പലതരത്തിലുള്ള ലെയേഴ്സ് ഈ പെറ്റീഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ വാദം കേൾക്കണം. പക്ഷേ നേരെ തിരിച്ച് പ്രോസിക്യൂഷന് മറ്റൊരു കാര്യങ്ങൾ പറയാനുണ്ട്. ആ പറയാനുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷനോട് റിപ്പോർട്ട് തേടണം, കേസ് ഡയറി ഹാജരാക്കണം. അത്തരം കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഈ കേസ് ഡയറി ഹൈക്കോടതി തന്നെ നേരിട്ട് പരിശോധിക്കുകയും നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടെങ്കിൽ അതുൾപ്പെടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. എന്തെങ്കിലും തരത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നെങ്കിൽ അതും കോടതി പരിഗണിക്കും. എന്തായാലും പ്രോസിക്യൂഷന്റെ ഒരു റിപ്പോർട്ട് ഇതിനകത്ത് കോടതിക്ക് മുന്നിൽ ഒരു ആന്റിസിപ്പേറ്ററി ബെയിൽ വരുമ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. ഇതൊരു അസാധാരണമായ നടപടിയൊന്നുമല്ല. മറിച്ച് സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ കേസിന്റെ മെറിറ്റ് വളരെ വിശദമായി തന്നെ കേൾക്കണമെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക്, ഇതിപ്പോ തൊട്ടടുത്ത ദിവസമല്ല, ഒരു 10 ദിവസത്തെ ഗ്യാപ്പെങ്കിലും, ഇന്നിപ്പോൾ 6-ാം തീയതിയാണ്, 15-ാം തീയതിയാണ് കേസ് വീണ്ടും പരിഗണിക്കുന്നത്. ഒരു 10 ദിവസം എന്ന് പറയുന്നത് ഇങ്ങനെ ആന്റിസിപ്പേറ്ററി ബെയിൽ ഉള്ള ഒരാളെ സംബന്ധിച്ച്, അത് നൽകുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ഒരു കാലയളവാണ്. അത്രയും ദിവസവും ഒരു അറസ്റ്റ് കൊടുക്കുക എന്ന് പറയുന്ന നടപടിക്രമമാണ് ഹൈക്കോടതി ഇപ്പോൾ നേരത്തെ നൗഫൽ സൂചിപ്പിച്ചതുപോലെ വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വളരെ വിശദമായി തന്നെ വാദം കേൾക്കേണ്ടതുണ്ട്. 2 കാര്യങ്ങളാണ് കോടതി പറഞ്ഞത്. ഒന്ന്, പ്രോസിക്യൂഷൻ റിപ്പോർട്ടും കേസ് ഡയറിയും ഹാജരാക്കണം. അതുവരെ 15-ാം തീയതി വിശദമായ വാദം കേൾക്കും. അതുവരെ അറസ്റ്റ് പാടില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. രാഹുൽ തന്നെ ഈ പെറ്റീഷനിൽ ഉന്നയിക്കുന്ന ചില ഗൗരവമായ കാര്യങ്ങളുണ്ട്. അത് വളരെ വിശദമായി വാദം കേൾക്കേണ്ടതുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നോട്ട് ടു അറസ്റ്റ് നൽകിയിരിക്കുന്നത്. നൗഫൽ. യെസ്, സിജോ വി ജോൺ കൂടി തുടരുന്നുണ്ട്. സിജോ, ഇപ്പോൾ 2ാമത്തെ കേസ് വന്നിരിക്കുന്നു. അതിന്റെ FIR നമുക്ക് ലഭ്യമാവുകയും ചെയ്തിരിക്കുന്നു. അതായത് 3-ാം തീയതി രജിസ്റ്റർ ചെയ്ത FIR ആണ് ഇപ്പോൾ നമുക്ക് കയ്യിൽ ലഭിച്ചിരിക്കുന്നത്. പക്ഷേ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ രാജീവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇത് കണ്ടിട്ട് പോലുമില്ല എന്ന് മറുപടി പറയുകയും ചെയ്തു. അതെന്താണെന്ന് അറിയില്ല. ഏതായാലും സിജോ, ഈ 2ാമത്തെ FIR-ൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആരൊക്കെയാണ് അതിൽ? രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണോ പ്രതിയായി ചേർത്തിരിക്കുന്നത്? ഫെനിയെ പ്രതിയായി ചേർത്തിട്ടുണ്ടോ? എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? മുമ്പാണ് FIR രജിസ്റ്റർ ചെയ്യുന്നത്. ആ FIR രജിസ്റ്റർ ചെയ്യുന്നത് മൊഴി രേഖപ്പെടുത്തുന്നതിന് മുന്നോടിയായി തന്നെയാണ്. കാരണം അതിജീവിതയുടെ മൊഴി എടുക്കുന്നതിന് പോലും അന്വേഷണ സംഘം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. അതിന്റെ വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വരികയും FIR വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അതിൽ ബലാത്സംഗ കുറ്റമാണ് രാഹുലിനെതിരെ ചുമത്തുകയും ചെയ്തിരിക്കുന്നത്. ഇത് ഇരയുടെ മൊഴിയെടുക്കുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യഘട്ടം എന്ന നിലയിൽ അവർക്ക് മെയിൽ അയക്കുകയാണ് ചെയ്തിരുന്നത്. അതിനുശേഷം ഇന്ന് ഈ ഇരയായി അന്വേഷണ സംഘം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ വൈകാതെ തന്നെ മൊഴി നൽകാമെന്നുള്ളൊരു നിലപാടാണ് അന്വേഷണ സംഘത്തെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനി ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ തടസ്സമില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ കേസിൽ കൂടുതൽ തെളിവുകളൊക്കെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കളക്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം ആദ്യം നൽകിയ പരാതിയിൽ അതിജീവിത മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകുകയാണ് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണ സംഘത്തിന് ഇതിന്റെ ഓഡിയോ റെക്കോർഡ്സ് കൊടുത്തു. അതോടൊപ്പം തന്നെ മെഡിക്കൽ രേഖകളൊക്കെ കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഈ കേസിൽ അത്തരത്തിൽ തെളിവുകളൊന്നും അന്വേഷണ സംഘത്തിനെതിരെ കിട്ടിയിട്ടില്ല. മൊഴി രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഇനി മൊഴി രേഖപ്പെടുത്തി തെളിവുകൾ പരിശോധിച്ച ശേഷം മാത്രമാണ് മറ്റു തുടർ നടപടികളിലേക്ക് പോവുകയുള്ളൂ. എന്തായാലും ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വേഗത്തിലുള്ള അറസ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നില്ല. സ്വാഭാവികമായും ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ, ഇപ്പോൾ ഹൈക്കോടതി സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ചു. അതിൽ രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. എത്രത്തോളം നടപടികൾ സ്വീകരിക്കണം, എന്ത് കാര്യങ്ങൾ ചെയ്യണം എന്നത് സംബന്ധിച്ച് ഉന്നത തലത്തിൽ തന്നെ ആലോചന ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 10 ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുകയാണ്. ഇത്രയും ദിവസങ്ങളായി കേരള പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിലെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലേ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ മാത്രമാണ് നിയമപരമായി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള തടസ്സമുണ്ടായിരിക്കുന്നത്. ഇതിനു മുമ്പ് ഒരു ഘട്ടത്തിൽ പോലും അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതിയുടെ ഭാഗത്തുനിന്ന് ഓർഡർ ഉണ്ടായിരുന്നില്ല. അതായത് ഇന്നിപ്പോൾ ഓർഡർ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഏത് നിമിഷവും വരെ വേണം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ
പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിരുന്നില്ല. പക്ഷെ അത്രയും ദിവസം എന്തിനായി നിങ്ങൾ കാത്തിരുന്നു എന്നുള്ള ഒരു ചോദ്യം, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം പോലീസിനെതിരെയും സർക്കാരിനെതിരെയും ഉയരുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും വരും ദിവസങ്ങളിലും അതിൽ എന്ത് മറുപടി നൽകുമെന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കുഴയ്ക്കുകയും ചെയ്യുക.